ഹലോ നമസ്കാരം. എന്ത് രസമെന്നറിയോ, ഭയങ്കര പോസിറ്റീവ് വൈബായിട്ടൊരു സ്ഥലം. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഈ സ്ഥലം ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇത്രയും ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നൊരു ഏരിയ കണ്ട, നല്ല ക്ലീനായിട്ട് ഇരിപ്പുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയൊരു സ്ഥലം. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ പല പ്രവാസികളിലും ജീവിതം പോണത്. വളരെ അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക, ശാന്തമായിട്ട് ഒഴുകി പോകാമെന്ന് പറയില്ലേ, ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകി പോകുന്ന ഒരാളുടെ ലൈഫ് നൈസായിട്ട് കുറച്ച് കലുഷിതമായി പോയി. എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ വേറെ ഒന്നുമല്ല, ഒന്ന് വെക്കേഷന് പോയതാണ് നാട്ടിലേക്ക്. വെക്കേഷന് പോയപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു പഴയൊരു ആചാരമാണ്, ഒരാളിലും ഗൾഫിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷനായാലും ലീവിന് വരിക എന്ന് പറയില്ലേ, വന്നു കഴിഞ്ഞാൽ പറയും ഒരു 2 കിലോ, ഒരു 1/2 കിലോ, ഒരു 1 കിലോ കൊണ്ടുപോകും ചോദിക്കും. അപ്പോൾ ഇതേപോലത്തെ ഒരു യാഥാസ്ഥികത ഉള്ള ഒരു മാതാവ് നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഒരു 2 കിലോ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ കസിൻ ഇവിടെ പഠിക്കുന്നുണ്ട്, ഈ കസിൻ്റെ അമ്മയാണ് വിളിച്ച് ചോദിക്കണേ. അപ്പോൾ അവൻ പറഞ്ഞു അതിപ്പോൾ അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും ആൻറ്റി നോക്ക്, ഞങ്ങളുടെ സാധനങ്ങൾ കുറേ ഉണ്ട്, പെറ്റാണെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 കിലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനം ഇത് നേരിട്ട് ഇവൻ്റെ കയ്യിലേക്കല്ല കൊടുക്കണേ, ഇവരുടെ ഒരു ബന്ധു വീട്ടിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യണേ. ഇവൻ അവിടെ പോയിട്ട് കളക്ട് ചെയ്തു. അങ്ങനെ പോരുന്നതിന് മുമ്പായിട്ട് ഇവൻ അവിടെ ചെന്ന് സാധനം കളക്ട് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ 2 കിലോ മാറി അത് 5 കിലോയ്ക്ക് മുകളിലുള്ള സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് ഈ കൊച്ചൻ്റെ. അപ്പോൾ എന്ത് ചെയ്ത് ഇവൻ നേരെ ഈ ചെക്കനെ വിളിച്ചു, എടാ മമ്മി ഇങ്ങനൊരു പണി പറ്റിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞ് മമ്മി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ല ചേട്ടാ, ചേട്ടനൊരു പണി അത് അവിടെ വീട്ടിൽ വെച്ചോ, അത് ഉപയോഗിക്കണ്ട, തിരിച്ച് മമ്മീനെ വിളിച്ചിട്ട് തിരിച്ച് മറ്റേ അങ്കിളുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര വിഷമാവും, അതുകൊണ്ട് ചേട്ടൻ മിണ്ടാൻ പോകണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഈ ചെക്കൻ്റെ വാക്കും വിശ്വസിച്ചിട്ട് നമ്മുടെ ഈ പറഞ്ഞ സുഹൃത്ത് മാന്യമായിട്ട് അതിൽ നിന്ന് ഡോക്യുമെൻറ്റ്സും പിന്നെ കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ എല്ലാ സാധനവും മാറ്റിയില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. അവർ സാധനം കാനഡയിലേക്ക് വന്നു. വേറെ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഇവിടെ ഈ കസിൻ പയ്യൻ, ഈ കൊച്ചൻ ഈ സാധനങ്ങളൊക്കെ തുറന്ന് ഇരിക്കുന്ന സമയത്തേക്ക് കറക്റ്റ് സമയത്തേക്ക് ഇവൻ്റെ മമ്മി, അതായത് നമ്മുടെ കൂട്ടുകാരൻ്റെ കസിൻ്റെ അമ്മ വിളിച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാം കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോൾ എല്ലാം കിട്ടിയ മമ്മി കുഴപ്പമൊന്നുമില്ല, അന്ന് അത് തുറന്ന് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ പൊട്ടൻ ചങ്കുണ്ണി കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കണം. ഇവൻ ഇത് തുറന്ന് കാണിച്ചു, വേറെ നിവൃത്തിയില്ല, നിർബന്ധത്തിന് വഴങ്ങിയ തുറന്ന് കാണിച്ചപ്പോൾ എന്നിട്ടാ ഇത്രയും വലിയൊരു പെട്ടി 5 കിലോ പാക്ക് ചെയ്ത സാധനം ഇത് ഇത്രയേ ഉള്ളൂ. ചേടാ ഇതെന്താ പരിപാടി കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴെങ്കിലും ഈ പയ്യൻസ് പറയണം, എന്ത് പറയണം, അതായത് മമ്മി ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല, അങ്കിൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്കിളിനോട് ഞാനാ പറഞ്ഞത് മമ്മിക്ക് വിഷമാവും, അതുകൊണ്ട് ബാക്കി അവിടെ വെച്ചോ എന്ന് പറഞ്ഞു. അങ്കിളെ സാധനം തിരിച്ച് മറ്റേ ബന്ധുവിൻ്റെ വീട്ടിൽ വെക്കാമെന്ന് പറഞ്ഞാണ്, ഞാനാണത് വേണ്ടെന്ന് പറഞ്ഞത്, മമ്മീനെ വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ട്. മമ്മി ഇപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നുള്ളൂ എന്ന് ഇവൻ പൊട്ടം പറയണമായിരുന്നു. ഇവനത് മിണ്ടിയില്ല. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസിൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ നേരിട്ട് നമ്മുടെ ഈ സുഹൃത്തിനെ വിളിച്ചു, എടാ നീക്ക് കാനഡയിൽ നിന്ന് വരികയെന്നും പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ കൊതി ഉണ്ടെങ്കിൽ കയ്യിൽ കാശ് മേടിച്ച് തിന്നണം, അല്ലാണ്ട് ഞാൻ എൻ്റെ മോനെ കൊടുത്ത സാധനമല്ല പൊട്ടിച്ച് തിന്നണ്ടേന്ന്. എങ്ങനെയുണ്ട് കളി എവിടെ വരെ എത്തിയെന്ന് ആലോചിച്ച് നോക്ക്. കാനഡയിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് ഈ സാധനങ്ങൾ നാട്ടിൽ കിട്ടുന്നത് അവനവൻ്റെ കയ്യിൽ കാശ് കൊണ്ട് മേടിച്ച് തിന്നാൻ കെൽപ്പില്ലാത്തവൻ ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് വരുമോ എൻ്റെ പൊന്ന് സ്ത്രീയെ എന്ന് ചോദിക്കണമെന്ന് അവനുണ്ടായിരുന്നു. ഇവൻ അറിയാവുന്ന ഭാഷയിലേക്കും പറഞ്ഞു, ആൻറ്റി ഇത് അങ്ങനെയല്ല, ആൻറ്റിക്ക് തെറ്റ് പറ്റിയാണ്, അവൻ പെട്ടെന്ന് ആൻറ്റീനെ വിഷമിക്കേണ്ടെന്ന് വെച്ച് കറുത്ത കാര്യം പറയാത്തതാണ്. ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടും, അതിൻ്റെ പേരിൽ ഇത് കൊണ്ടുവരേണ്ട കാര്യമില്ല, അത് അവൻ തന്നെ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. ആൻറ്റി അമ്പിനും ബില്ല് നടക്കില്ല. അവസാനം നമ്മുടെ ഈ സുഹൃത്തിൻ്റെ പേരൻസിനെ വിളിച്ചു പറഞ്ഞു, എന്തിനു പറയണു, നാണം കെടുത്തി. അതാ പറഞ്ഞേ, ഇതേമാതിരി ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൻ്റെ കുറച്ച് ഏരിയയിൽ പിടിച്ചിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതോട് തീരുമാനമാക്കി കൊടുത്തു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ നാട്ടിൽ പോകണ്ടെന്ന് വെച്ചെങ്കിൽ ബന്ധുക്കൾ വരുമ്പോൾ പറ്റാവുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക. അതും വിട്ടുണ്ടെങ്കിൽ കയ്യോടെ കാര്യം പറയാം. മക്കൾ വരി പറയുമ്പോൾ ബുദ്ധിമുട്ടിക്കേണ്ട, വിഷമിപ്പിക്കേണ്ട, അവിടെ വെച്ചോന്നെങ്കിലും പറയും. ചിലപ്പോൾ അത് പിന്നീട് നമുക്കുള്ള വിനയായി മാറും. പിന്നെ ഇങ്ങനെ സാധനങ്ങൾ കൊടുത്തയക്കാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കാലഘട്ടം മാറി. ഇവിടെ ഇപ്പം മലയാളികളുടെ എന്താ പറയുക, പെണ്ണുങ്ങളുടെ പ്രസവത്തിൻ്റെ തൈലെന്ന് പറയില്ലേ,
പിന്നെ ദന്തത്തിന് ഗുളിക, വായു ഗുളിക വരെ ഇവിടെ മേടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇനി നാട്ടിൽ നിന്ന് മെനക്കെട്ട് നിങ്ങൾ കള്ളക്കടത്ത് നടത്തണ മാതിരി അവിടെ നിന്ന് സാധനങ്ങൾ കൊടുത്തേക്കേണ്ട കാര്യമില്ല. പിന്നെ പണ്ടത്തെ ഒരു ശൈലിയാണ്, ഇതൊന്നും അവിടെ ഗൾഫിലൊന്നും കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുത്ത് നമ്മുടെ മലയാളികളുടെ പലരും വിചാരം ഈ വക സാധനങ്ങൾ കൊടുത്താലാണ് ഈ സാധനം സെറ്റാവാന്നാണ്. അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് സെറ്റാവാനായിട്ട് സ്നേഹം പലഹാരത്തിലൂടെ അല്ല നമ്മൾ കാണിക്കണതേ. അപ്പോൾ അത് നമ്മളൊന്ന് തിരിച്ചറിയണം. പലഹാരം വേറെ, സ്നേഹം വേറെ എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾക്കിനി അങ്ങനെ കൊടുത്തേക്കണമെന്ന് വെച്ചെങ്കിൽ DHL പോലത്തുള്ള കൊറിയറുകൾ 1-2 മാസമൊക്കെ എടുത്ത് ഇവിടെ എത്തണ ഒരുപാട് കൊറിയറുകളുണ്ട്. അവിടെ നിന്ന് വല്ല ഡ്രസ്സോ സാധനങ്ങളോ ഒക്കെ വേണമെങ്കിൽ അത്ര നേരത്തെ കൂടി അയച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഒന്നും വേണ്ട, ഇനി ഇതും പോട്ടെ, നിങ്ങൾക്കൊരു 22 കിലോൻ്റെ ബാഗ് ആരെങ്കിലും വരുന്ന കൂടെ അതിൻ്റെ ലഗേജിൻ്റെ കൂടെ $250 കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ എത്തും. ഒരു 22 കിലോ സാധനം ഇവിടെ എത്തിക്കാൻ പറ്റും. അത്രയും ഓപ്ഷൻ ഉള്ള സമയത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ വില പിടിച്ച ആ ഒരു സമയവും അതുപോലെ തന്നെ അവനവൻ്റെ ലഗേജ് ഒരു പ്ലാനിങ് ഉണ്ടാവും ഒരു പോകുന്നവർക്ക്. അത് നമ്മൾ ദയവ് ചെയ്ത് തെറ്റിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ മാറ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കൂട്ടുകാരനോട് പറഞ്ഞു, അവർക്കിപ്പോൾ നേരെ നൈസായിട്ട് അവിടെ നിന്ന് കയറ്റി വിടേണ്ട കേസല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര പൈസയാവുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയത്തേ ഉള്ളൂ, ബാക്കിയുള്ളവന് മെനക്കെട്ടിട്ട് വരുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടല്ലോ, അവനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ളതാണ് ആ വില. അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. പിന്നെ വല്ല ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണെങ്കിൽ കുഴപ്പമില്ല, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പക്ഷേ ഇതേമാതിരി ചക്കവരട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയും നമ്മൾ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മുടെ ലഗേജിൻ്റെ സ്ഥലവും കളയരുത്. ദയവ് ഇത് അത് ചെയ്യരുത്. ഓക്കെ, ഞാനും നാട്ടിൽ പോകുന്നുള്ള, ഞാനും നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവരും. പക്ഷേ മാക്സിമം നമ്മുടെ ലഗേജിനകത്ത് ഒഴിവുണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു സാധനങ്ങൾ ഞാൻ കൊണ്ടുവരും. അല്ലാത്ത പക്ഷം നമ്മൾ കറക്റ്റ് കാര്യം പറയും. അവിടെ സ്നേഹം പോകണമെന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ചക്ക വറുത്ത് കൊടുത്തിട്ടൊന്നും സ്നേഹം എന്ന് പറഞ്ഞിട്ടൊന്നും, സ്നേഹം കാണിക്കേണ്ട ഏരിയകൾ വേറെയാണ്. ചക്ക വറുത്തതും ഉപ്പേരിയും കൊടുത്തിട്ടൊന്നുമല്ല. അപ്പോൾ വീണ്ടും കാണാം, എല്ലാം പറഞ്ഞ പോലെ. ശരി.